നമസ്കാരം ചേട്ടാ. എൻ്റെ ഇവിടെ നമ്മുടെ പനമ്പള്ളിയാറിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയതായി തുടങ്ങിയ ഒരു സ്ഥലമാണിത്. അപ്പം ഇതാണ് ബാബ്ജി ഹോട്ട്സ്പോട്ട്. ഇത് നമ്മുടെ ഓണർ മൻസൂർ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൻസൂർ മുഹമ്മദ് ചേട്ടനാണ്. അടിപൊളിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പ്ലസ് ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് 2-3 മാസമായുള്ളൂ, പക്ഷേ അതിൽ തന്നെ വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും നിങ്ങൾ ഇല്ലാതെ തന്നെ വീണ്ടും ഞാൻ ഇവിടെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നല്ല സ്പോട്ടാണ്, എസ്പെഷ്യലി ഫാമിലിയൊക്കെ ആയിട്ട് വരാം, ഫ്രണ്ട്സ് ആയിട്ട് വരാം. ഇതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് പണ്ട് ഗേൾ ഫ്രണ്ടുമായിട്ട് ഇതുപോലെ പല പല സ്ഥലങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം ഹോട്ടൽസിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇല്ല, ഞാൻ പ്രേമിച്ച കൊച്ചിനെ തന്നെ എനിക്ക് കെട്ടാനൊരു ഭാഗ്യം കിട്ടി. 7 വർഷം പ്രേമിച്ച് നടന്ന കാലത്ത് ഇല്ല, ആ കുട്ടി ജയ്പൂരിലും ഒക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ വൈഫിന്റെ കൂടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കുമ്പം ഒന്നും നടന്നില്ലേ? ഇല്ല, ഒന്നും നടന്നില്ലേ. ഞാൻ ഡേറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഫോണിൽ മാത്രം സംസാരിക്കും? ഫോണിലും വളരെ അപൂർവമാണ്. എഴുത്തുകൾ മേഘസന്ദേശം ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ നിങ്ങൾ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു? എനിക്ക് ശ്രീശാന്തുമായിട്ടൊരു 4-5 വർഷത്തെ പരിചയമുണ്ട്. IPL സമയത്തോട്ട് ഫ്രണ്ട്സ് ആയതാണ്. എനിക്ക് തോന്നുന്നു ദീപു ശാന്ത്, ശ്രീശാന്തിന്റെ ബ്രദറുമായിട്ട് എനിക്ക് അതിന് മുമ്പ് വളരെ നല്ല അടുപ്പമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 4-5 വർഷമായിട്ട് ഞങ്ങൾ ആ സമയത്ത് വല്ലതും എങ്ങനെ ചിന്തിച്ചായിരുന്നു ശ്രീശാന്ത്? ഇല്ല, ഇടയ്ക്ക് ഇൻഫാക്ട് ഒരു 4-5 വർഷം മുമ്പ് ഞാൻ ബാംഗ്ലൂരിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എടാ, അപ്പോൾ ഞാൻ അൻവർ സിനിമ കഴിഞ്ഞ സമയമാണ്. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞു, എടാ, നീ ഈ സിനിമയിൽ വരണം, നിന്നെ ഞാൻ ലോഞ്ച് ചെയ്യട്ടെ എന്ന് അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. 4-5 വർഷം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് ജസ്റ്റ് ഇങ്ങനെ ഒരു കാഷ്വൽ ടോക്കിൽ വന്നു പോയതാണ്. പക്ഷേ പിന്നെ ഈ ടീം 5 വന്നപ്പോഴേക്കും ഇങ്ങനെ ശ്രീശാന്തിൻ്റെ പേരിങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഞാൻ പഴയ കാര്യം ഓർത്തു. പണ്ട് ഞാൻ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് അല്പം എക്സൈറ്റഡ് ആയി ഞാൻ. ഓക്കെ, ശ്രീശാന്തിനെ അപ്പോൾ ഞാൻ ശ്രീശാന്തിനെ ബന്ധപ്പെട്ടു. ഇങ്ങനെ ഈ സ്റ്റോറി ലൈനൊക്കെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ആകുന്നത്. പണ്ടൊരു ഓഫർ കൊടുത്തതിൻ്റെ ഒരു ഇതുണ്ട് ആക്ച്വലി. ഇങ്ങനെ പറയാണ് പുതിയ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് ഓഫേഴ്സ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. വളരെ കാഷ്വലായിട്ട് എനിക്ക് തോന്നുന്നു 4 വർഷം മുമ്പായിരുന്നു അത്. 2002-ലൊക്കെ 2001-2002-ലൊക്കെ 5 വർഷം മുമ്പ് ആക്ച്വലി 5 വർഷം മുമ്പ് 12 എക്സാക്ട്ലി. ഓക്കെ, ഇതിനകത്ത് ശ്രീശാന്തിന്റെ ഡാൻസ് ഉണ്ടോ? ശ്രീശാന്തിന്റെ ഡാൻസ് ചെറുതായിട്ടുണ്ട്. ആക്ഷൻ ഉണ്ടോ? ബൈക്ക് ആക്ഷൻ ആണ്, ബൈക്ക് സ്റ്റണ്ടിങ് ആക്ഷൻസ് ആണ് കൂടുതൽ. അങ്ങനല്ല, ഒരു ഫാമിലി പടമാണ്. വയലൻസ് വളരെ കുറവായിരിക്കും. തോക്ക്, മദ്യപാനം, സിഗരറ്റ് ഒന്നും 2 സിനിമയുണ്ട്. പക്ഷെ അതൊന്നും ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതിനകത്ത് വേറെ ആർട്ടിസ്റ്റുകൾ ഇപ്പം നിക്കി ഉണ്ടെന്ന് പറഞ്ഞു. നിക്കി ഗൽറാണിയാണ് ഹീറോയിൻ. പേളി ഞാനല്ല. വില്ലൻ മലയാളിയാണ്, ബോംബെ എന്നൊരു മോഡലാണ്, സുമേഷ് കൃഷ്ണൻ എന്ന് പറയുന്നത്. മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. 7 കൊല്ലം ഭക്ഷണം കഴിച്ച് ജീവിച്ചത് മോഡലിംഗ് കാരണമാണ്. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ബാംഗ്ലൂർ പഠിത്തം കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് തിരിച്ച് വരാതിരിക്കാൻ വേണ്ടി എടുത്ത അഭ്യാസങ്ങളിൽ ഒന്നാണ്. കാരണം വീട്ടിൽ നിന്ന് കാശ് വരികയല്ലോ പഠിത്തം കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്ത ഉപജീവന മാർഗ്ഗമായിരുന്നു മോഡലിംഗ്. അതുകൊണ്ട് മോഡലിംഗ് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, തള്ളി പറയില്ല. ക്രൂ മെമ്പേഴ്സ് മുഴുവൻ എണീറ്റ് എന്ന് കൈയടിച്ച സീൻ ഏതാ? ഫസ്റ്റ് സീനിൽ അതെന്റെ ഫസ്റ്റ് ആക്ടിങ് കണ്ടിട്ടായിരിക്കും. കുളിച്ചിട്ട് വരുന്ന സീൻ. കുളിച്ച് വന്ന് ഡ്രസ്സ് ചെയ്ത് അതെന്റെ ഫസ്റ്റ് ഷോട്ട് ഓഫ് സൗത്ത് മൂവി ആയിരുന്നു അത്. എനിക്ക് കൈയടിച്ച ടീം 5-നെക്കാളും കൂടുതൽ എനിക്കൊന്ന് മഹേഷ് ഭട്ട് സാറിൻ്റെ സിനിമയിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പോൾ പൂജ ഭട്ടും എല്ലാവരും, എസ്പെഷ്യലി മഹേഷ് സാർ ഡയറക്റ്റ് ചെയ്യില്ല. മഹേഷ് ഭട്ട് സാർ വരുവുള്ളൂ. പൂജ ഭട്ടിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട്. എസ്പെഷ്യലി ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം വരുമ്പോഴൊക്കെ സെറ്റെന്ന് പറഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തൊരു സീനിൽ ഭയങ്കര ഒരു ഇമോഷണൽ സീനുണ്ട്. അതൊരു 2.5 മിനിറ്റ് ഡയലോഗാണ്, കണ്ടിന്യൂസ് ഡയലോഗ്സ്. അത് മൊത്തം ഞാനാണ്. അപ്പം ഹിന്ദിയിലൊക്കെ ഡബ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് എന്താ പറയുക, ആ 2.5 മിനിറ്റ് സീൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഒരു ടേക്കിൻ്റെ മാസ്റ്ററിൽ ഒരു ടേക്കാണ് അത്. അപ്പോൾ ക്ലോസ്. അപ്പോൾ അതിൽ നല്ല കൈയടി കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റിൻ്റെ ഫീൽ കിട്ടി. കാരണം ആരും പോലും അറിയാണ്ട് സാറ് തന്നെ കൈയടിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും കൈയടിച്ചു. സിനിമ ഇറങ്ങണം, ജൂലൈയിലാണ് റിലീസ്. അപ്പം ഇനി അടുത്ത എന്താ സിനിമ? എന്താ ഒരു അക്സർ 2, സരീൻ ഖാൻ്റെ കൂടെ അക്സർ 2 ഒരു ലോയറിൻ്റെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിലും വില്ലനാണ്. അപ്പം ഞങ്ങളുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ശ്രീശാന്തിനെ നഷ്ടപ്പെടുമോ?
ശ്രീശാന്ത് ചേട്ടൻ ഇങ്ങനെ ബോളിവുഡ് കൊണ്ടുപോകും. ഞാൻ അങ്ങനെ നഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്ക് ക്രിക്കറ്റ് കളിക്കണം വീണ്ടും. ഞങ്ങൾക്കും കാണണം. അല്ല സീരിയസ്, ഞാനിപ്പോൾ BCCI ആയിട്ട് ചെറിയതായിട്ട് അടിയാണെന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 4 വർഷമായിട്ടും എൻ്റെ ബാൻ മാറ്റിയിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ തെറ്റ് ചെയ്തവർ വരെ കളിക്കുന്നു. ഞാൻ എൻ്റെ എല്ലാം ക്ലീൻ എല്ലാം ചെയ്തിട്ടും അവർ ഇതുവരെ എനിക്ക് പെർമിഷൻ തരുന്നില്ല. അപ്പോൾ പുതിയ ലോക കമ്മിറ്റി വെച്ച് പുതിയ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ഞാൻ സ്കോട്ട്ലൻഡിൽ പോകാൻ എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ സ്കോട്ട്ലൻഡും എല്ലാ ക്രിക്കറ്റും ICC ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ BCCI സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ പുതിയ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സിനിമയിലും പൊളിറ്റിക്സിലൊക്കെ എനിക്ക് 45 വയസ്സ് കഴിഞ്ഞാലും അഭിനയിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപാത്രം, എനിക്ക് നായകനാവണം അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. ഇതൊരു അവസരം കിട്ടിയ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഫെയിലിയർ സക്സസ് അല്ല മെയിനായിട്ടൊരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്തു. അപ്പം തീർച്ചയായിട്ടും തിരിച്ച് എൻ്റെ ആഗ്രഹം ഇപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ ബാൻ മാറി സ്കോട്ട്ലൻഡിൽ പെർമിഷൻ കിട്ടി കളിച്ച് തിരിച്ച് വീണ്ടും ഇന്ത്യക്ക് 2019 വേൾഡ് കപ്പ് കളിക്കണം തന്നെയാണ്. വേറെ ഒരു ആഗ്രഹമില്ല എനിക്ക്. ബാക്കി ഓർഡർ ചെയ്തോളൂ. അതെ, ഫുഡ് കഴിക്കണ്ടേ? നമുക്കൊരു കോളേജ് ഫംഗ്ഷൻ ഉണ്ട്. ഇത് കഴിയുമ്പോൾ അയ്യോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഭാരത് മാതാ കോളേജിൽ നമ്മൾ ഫുൾ ടീം പോകുന്നുണ്ട് 3:30ക്ക്. അപ്പോൾ നിങ്ങൾക്കും ഇൻവൈറ്റ് ചെയ്യും പ്ലീസ്. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്താലും ഇല്ലേലും ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ ഓക്കെ. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം. നമ്മൾ നിൽക്കുന്നത് എടപ്പള്ളിയിലുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ വിശാലമായ മൈതാനത്താണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീശാന്തിൻ്റെ കോച്ചിങ് ആണ്. അപ്പോൾ ശ്രീശാന്തിനെ കോച്ച് ചെയ്യുന്ന കോച്ചും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുട്ടി ഭാവിയിലെ വലിയ വലിയ ക്രിക്കറ്റേഴ്സും ബോളേഴ്സും ബാറ്റ്സ്മെനും ഫീൽഡേഴ്സും എല്ലാവരും ഇവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിഗംഭീരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് ഇപ്പം നമ്മൾ ശ്രീശാന്തിൻ്റെ കോച്ചിങ് കാണാൻ പോവാണ്. പറ്റുകയാണെങ്കിൽ കോച്ചിനോടൊന്ന് സംസാരിച്ച് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബിസിയാണോ? ഇല്ല ബിസിയല്ല, പറയൂ. കുറച്ച് സമയത്തേക്ക് കോച്ച് ഇവിടെ? കോച്ച് ബാലൻ സാറുണ്ട്. സാറാണ്. സാറിന്റെ പേര്? എൻ്റെ പേര് ബാലചന്ദ്രൻ. സാർ എത്ര നാളായി ശ്രീശാന്തിന്റെ കോച്ച്? എൻ്റെ പല തവണയായിട്ടാണ്. കാരണം ഞാൻ ഒരു 13 വയസ്സൊക്കെ ഉള്ള സമയം തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. സാറിനെ കുറിച്ച് ഞാൻ പറയാം. സാറിനെ കുറിച്ച് അറിയാത്ത ആരും ഒരു ക്രിക്കറ്റ് ലവർ ഉണ്ടാവില്ല കേരളത്തിൽ തന്നെ, സൗത്ത് ഇന്ത്യയിൽ തന്നെ, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ എത്രയോ സൂപ്പർ സ്റ്റാർസ് സാറിനെ അറിയുന്നവരാണ്.
സാറ് എനിക്ക് തോന്നുന്നു സാറിൻ്റെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50 years ലീഗ് കളിച്ചതാണ് സാറ്. ഓ വാവ്. അത് മാത്രമല്ല സാർ ഇപ്പോഴും ഇപ്പം കേരള രഞ്ജി ട്രോഫിയുടെ 10 yearsന് ശേഷം വീണ്ടും കംബാക്ക് നടത്തി 23 ടീമിനെ നമ്മൾ ഓൾമോസ്റ്റ് വിക്ടോറിയസ് ആക്കിയ കോച്ചാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഏതൊരു പ്ലെയറിനെ എടുത്താലും സാറിൻ്റെ കൂടെ കളിക്കാത്ത പ്ലെയർ ഇല്ല ഇപ്പോഴും. അപ്പൊ ഞാൻ ഷോയുടെ പേര് മാറ്റി ഡേ വിത്ത് സ്റ്റാർസ് എന്നാക്കണമല്ലോ. സാർ പെൺകുട്ടികളെ കോച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാനൊരു ചാൻസ് തരാം. എനിക്ക് ബോൾ പിടിക്കാൻ പോലും അറിയത്തില്ല. സോ ഞാനിപ്പം ഫസ്റ്റ് ഡേ ഞാൻ വരികയാണ്. ഐ ഹാവ് എ ലോട്ട് ഓഫ് പാഷൻ. പക്ഷേ ഐ ഡോണ്ട് നോ ABCD ഓഫ് ക്രിക്കറ്റ്. എന്നെ ഫസ്റ്റ് എന്തായിരിക്കും പഠിപ്പിക്കുന്നത്? ഞാൻ സാധാരണ ബാറ്റിങ്ങിലാണ് തുടങ്ങാറ്. സാറ് ബാറ്റിങ്ങും ബോള് സാറിന് ഇപ്പോഴും റെക്കോർഡ് ആരും നടത്തിട്ടില്ല സാറിന്. ഞാൻ പറഞ്ഞില്ലേ ശ്രീ കുറച്ച് ഞാൻ പൊക്കണല്ല, നിങ്ങൾ ഇത് നുണ പറയാൻ പറ്റില്ല. റെക്കോർഡ്സ് എടുത്ത് നോക്ക്, റെക്കോർഡ്സ് എടുത്ത് നോക്കിക്കോളൂ. ഇപ്പോഴും സാറിന് ടോട്ടൽ വിക്കറ്റ്സ് ഇവിടെയുള്ള സോ കോൾഡ് ക്രിക്കറ്റേഴ്സ് എന്നെ ഒന്നും കൂട്ടുക വേണ്ട. പഴയ കഥയെ പറയണേ കേട്ടോ. എന്താ സാർ റെക്കോർഡ്? ശ്രീശാന്ത് ഷോയില് എന്നെ ഞാൻ ഇപ്പൊ കൂടുതൽ പറയണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്കും പറയാലോ. ഇത് പറഞ്ഞാൽ പറ്റും. കാരണം കോച്ച് എന്ന് പറഞ്ഞാൽ എന്റെ മിക്ക ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സിലും സാർ ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പൊ ഈ ഇടയ്ക്കാണെങ്കിലും കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ സാറ് അപ്പൊ തന്നെ വന്ന് അല്ല അത് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ഏതൊക്കെ എന്താണ് സർ വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഹിം? ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. അല്ലാതെ എന്താ പറയാൻ പറ്റുക. അതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എന്തെങ്കിലും ഇങ്ങനൊരു സംഭവം നടക്കരുതായിരുന്നു. എങ്ങനൊരു ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും പിന്നെ അത് ഈ ഒരു നടപടി എടുത്ത ശേഷം ഇനി എന്തെന്നുള്ളതിനെ പറ്റി ആരും ആലോചിക്കുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഇനി അഥവാ ഒരാളെ ഇങ്ങനെ ഒരു ഇത് ചെയ്തു, കുറ്റാരോപണം കൊണ്ടുവന്നു, കോടതിയിൽ നിന്ന് വെറുതെ വിട്ടു, അതെല്ലാം കഴിഞ്ഞ ശേഷവും പിന്നെ ഒരു തീരുമാനമാകാത്ത ഒന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ കഷ്ടമാണ് വാസ്തവത്തിൽ. നമ്മളിപ്പം ശ്രീശാന്ത് കളിക്കുന്നത് കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 4 years ആയി. ഞാനിടയ്ക്ക് കാണാറുണ്ട്. ഞാനത് ചോദിക്കാൻ വരരുത്. ശ്രീശാന്ത് ചേട്ടൻ ഇപ്പോഴും നല്ല ഫോമിലാണോ? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ആഴ്ച ഒരു എത്ര വർഷം കൂടെ കളിക്കാം ഈ ഒരു ഫോമിൽ? അതിപ്പോ ശ്രീശാന്തിന് എത്രത്തോളം സാറാണ് എന്റെ ഐഡൽ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ സാറ് ഓൾമോസ്റ്റ് 60 അല്ലേ സാർ? എത്ര കുറെ കളിച്ചു സാറ്. സാർ ഞാൻ പൊക്കി പറഞ്ഞല്ലേ എന്റെ ഷോ. ഒരു 48-50 വരെയൊക്കെ വളരെ ആക്റ്റീവായിട്ട് കളിച്ചിരുന്നു. പ്രോപ്പർ സ്കോറിംഗ്, പ്രോപ്പർ ഫസ്റ്റ് ഡിവിഷൻ, നല്ല സ്കോറിംഗ്. തീർച്ചയായും ഒരു 48-50 years വരെ കളിച്ചിട്ടുണ്ട്. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സാറിനോട്. ഇപ്പം യു ആർ കോച്ചിങ് എ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് നൗ. നമുക്ക് ഹോപ്പ് ഉണ്ടോ ഇനിയും ഇന്ത്യൻ ക്രിക്കറ്റ്? എന്താ സംശയമുള്ള പിന്നെ അല്ല, ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മൾ ഗെയിം മാത്രം പോരാ, അതിന് കണ്ടമാനം ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. ഫാമിലി സപ്പോർട്ട്, അവനവൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പേഴ്സീവറൻസ് എന്നൊക്കെ പറയില്ലേ. എത്രയൊക്കെ തിരിച്ചടിച്ചാലും ഇനി മുന്നോട്ട് പോകാൻ ഒറ്റ ഒരു സ്മൂത്തായിട്ട് ഒരാൾ ഉദ്ദേശിച്ച പോലെ ലാഡർ കയറി പോകാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം സംഭവിച്ച അത് വെച്ചിട്ട് ഞാൻ ഇത്രയും കുട്ടികളെ കണ്ടിട്ടുണ്ട്. നല്ല ടാലൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ആദ്യം ടിനുവിനെ പറഞ്ഞ പോലെ ശ്രീ കളിച്ച ശേഷം പലർക്കും ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അല്ല, ശ്രീശാന്ത് കോച്ച് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ഞാനില്ല, ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫുൾ ടൈം കോച്ചിലേക്ക് ആയിട്ടില്ല. പക്ഷേ ഇപ്പോഴും പ്ലെയർ അല്ലേ, ഇന്ത്യ കളിക്കാൻ പോകുന്ന പ്ലെയർ അല്ലേ, ഇങ്ങനെ അപ്പം ഞാൻ നിങ്ങളുടെ കോച്ചിങ്ങിന്റെ ഇടയ്ക്ക് വന്നാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. സോ ഐ തിങ്ക് യു വോണ്ട് ടു ഗെറ്റ് ബാക്ക് ടു യുവർ കോച്ചിങ് അല്ലേ? സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. അപ്പോൾ ഇതുപോലെ ഒത്തിരി ടാലൻസ് ഇനിയും സാറിന്റെ അണ്ടറിൽ നിന്നും വളർന്നു വരട്ടെ. ശ്രീശാന്ത് ഏട്ടനെ പിന്നെ നമ്മൾ ഫീൽഡിൽ കാണുമല്ലേ? സ്വാമി ശരണയ്യപ്പ. അതെ, സ്വാമി ശരണയ്യപ്പ. ഓൾവേസ്. താങ്ക് യു വെരി മച്ച്. യെസ്. അപ്പം ഐ let you continue your coaching. കോച്ച് സാറിനെ നമ്മൾ പറഞ്ഞു വിട്ടു. കോച്ച് സാർ ഭയങ്കര ബിസിയാണ്. ഇവിടെ പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. വളരെ നന്ദി കേട്ടോ. സങ്കടമുണ്ട് എനിക്ക്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വിട പറയും മുമ്പേ ഒരു കാര്യം കൊണ്ട് പറയാനുണ്ട്. ദയവ് ചെയ്ത് എല്ലാ ക്യാമറകളും നോക്കി പറയാം, ടീം 5 സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അത് സക്സസ്ഫുൾ ആക്കണം. എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ എൻ്റെയും ഒരു വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെയാണ് അടുത്ത പടത്തിലും പ്രൊഡ്യൂസറെ നായകനാക്കാം അല്ലെങ്കിൽ വില്ലനാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. മാർച്ച് 17 റിലീസ്. അപ്പോൾ ഫാമിലി ആയിട്ടും പോവാം, ഫാമിലിയായിട്ട് ഒരു തവണ പോവാം, അത് കഴിഞ്ഞാൽ കൂട്ടുകാരായിട്ട് പോവാം, പിന്നെ കൂട്ടുകാരികളായിട്ട് പോവാം, പിന്നെ വീണ്ടും ഫാമിലി ആയിട്ട് പോവാം.
ഓക്കെ. അപ്പൊ ടീം 5 കാണാനായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോകണം. ആരും ഡൗൺലോഡ് ഒന്നും ചെയ്യരുത്, CDs ഒന്നും വാങ്ങിക്കരുത്. ശ്രീശാന്ത് ചേട്ടനെ നമ്മൾ പൂർവാധികം ശക്തിയോടെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 18 ഒരു മാച്ച് കളിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പെർമിഷൻ കിട്ടാനും എത്രയും പെട്ടെന്ന് എൻ്റെ ബാൻ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം പോലെ വീണ്ടും 2019 വേൾഡ് കപ്പ് കളിക്കാൻ പ്രാർത്ഥിക്കുക. അതിനു മുമ്പ് തീർച്ചയായിട്ടും കേരള ക്രിക്കറ്റ് ടീമിൽ കളിക്കാനും പ്രാർത്ഥിക്കുക. യെസ്, അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Once again, we'll see you back in the field. Thank you very much.